നമുക്ക് ബോർഡർ പ്ലോട്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. സ്കെച്ച് ദ ബോർഡർ പ്ലോട്ട് ഫോർ ദ ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിൻ ദ സിസ്റ്റം ഗെയിൻ k ഫോർ എ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ടു ബി 5 radians per second and g of s is given k into s square by 1 plus 0.2s into 1 plus 0.02s. ഓക്കെ, അപ്പം ഇത് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ട എപ്പോഴും ബോർഡർ പ്ലോട്ടിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 1+st ഫോം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1+st ഫോം ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ k s² ഡിവൈഡഡ് ബൈ s+2 ഇൻറ്റു s+3 ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ 1+st ഫോം. അപ്പോൾ നമ്മൾ അതിനെ 1+st ഫോമിലാക്കണം. അപ്പോൾ 1+st ഫോമിലാക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതായത് k ഇൻറ്റു s² ഡിവൈഡഡ് ബൈ ഈ ആദ്യത്തെ ടേമിൽ നിന്ന് 1+s ഇൻറ്റു ഒരു ടേം വരണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് കോമൺ എടുക്കുക? 2 കോമൺ എടുക്കുക ഫസ്റ്റ് ടേമിൽ നിന്ന്. അപ്പോൾ ആ ഫസ്റ്റ് ടേമിൽ നിന്ന് 2 കോമൺ എടുക്കുമ്പം ബ്രാക്കറ്റിൽ എന്തോ വരുന്നത് s ഡിവൈഡഡ് ബൈ 2 + 1. മറ്റേ അടുത്ത് നിന്ന് എന്ത് കോമൺ എടുക്കുക? 3 കോമൺ എടുക്കുക. അപ്പം 3 ഇൻറ്റു s ബൈ 3 + 1. ഇപ്പം നോക്കിയേ, ഇതെന്ന് പറയുന്നത് 1+s ഇൻറ്റു ഒരു നമ്പർ t എന്ന് പറയുന്ന ഫോമിലായി. ഓക്കെ, ഇതാണ് 1+st ഫോം ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്തും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓൾറെഡി 1+st ഫോമാണ്. ദാറ്റ് ഈസ് 1 + 0.2s അല്ലേ? അപ്പം 1+st ഫോമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ കറക്ഷൻസ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താ? മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. നമുക്കറിയാം ബോർഡർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഫിഗർ വരയ്ക്കണം. ഒന്ന് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്, 2 ഫേസ് പ്ലോട്ട്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഇസ് എ പ്ലോട്ട് പ്ലോട്ടഡ് ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ആൻഡ് ഫേസ് പ്ലോട്ട് ഇസ് ദ പ്ലോട്ട് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടി നമുക്കിപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് g(j)(ω) എന്തായിരുന്നു? k ഇൻറ്റു s² ബൈ 1 + 0.2s ഇൻറ്റു അങ്ങനെയല്ലായിരുന്നു. ഇനി അതിനെ നമ്മൾ എന്താക്കുക? g(j)(ω) കണ്ടുപിടിക്കുക ഇതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് g(j)(ω) ബിക്കോസ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേണം. അതിനുവേണ്ടി g(j)(ω) കണ്ടുപിടിക്കുക. g(j)(ω) കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് s = j(ω). അപ്പോൾ ഇവിടെ k ഇൻറ്റു j(ω)² ഡിവൈഡഡ് ബൈ 1 + 0.2 j(ω) ഇൻറ്റു 1 + 0.02 j(ω) എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ 2 ടേംസ് വരും. ഇനി നമുക്കിവിടെ ഒരു k ടേം ഉണ്ടല്ലോ. ജസ്റ്റ് kയുടെ ടേം 1 ആയിട്ട് അസ്യൂം ചെയ്താണ് നമ്മൾ ഫിഗർ അല്ലെങ്കിൽ പ്ലോട്ട് വരയ്ക്കാൻ പോകുന്നത്. kയുടെ വാല്യൂ അൺനോൺ അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് നോൺ വാല്യൂ ഒരു 1 ഇട്ട് നമ്മൾ ഫിഗർ വരയ്ക്കും. എന്നിട്ട് അവസാനം kയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ kയുടെ വാല്യൂ 1 ഇടുമ്പോൾ g(j)(ω) ചേഞ്ചസ് ടു എന്തായിട്ട് മാറും? g(j)(ω) kയുടെ വാല്യൂ 1 ഇടുമ്പോൾ ഇവിടെ 1 ആയിട്ട് മാറും. അപ്പോൾ j(ω²) ഇങ്ങനെ വരും. ഇനി മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പം മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് കോർണർ ഫ്രീക്വൻസി 2 കോർണർ ഫ്രീക്വൻസിയാണ് ഇതിലുള്ളത്. അതായത് നോക്കിയേ, 1+st ഫോമായിട്ടുള്ള ടേംസ് എടുക്കുക, 1+st ഫോമായിട്ടുള്ള ടേംസ് എടുക്കുക. അതിൽ t എന്ന് പറയുന്നത് അതിൻ്റെ 1/t ആണ് നമ്മുടെ കോർണർ ഫ്രീക്വൻസി. ടൈം പീരീഡ് ആണ് ആക്ച്വലി ഇത്. അപ്പം അതിൻ്റെ 1/t എന്ന് പറയുന്നതാണ് നമ്മുടെ കോർണർ ഫ്രീക്വൻസി. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കോർണർ ഫ്രീക്വൻസി എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ ഇവിടെ s എന്ന് പറഞ്ഞാൽ j(ω) ആണല്ലോ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 0.2 5 radians/s. രണ്ടാമത്തേൻ്റെത് 1 ഡിവൈഡഡ് ബൈ 0.02 അപ്പോൾ 50 radians/s. അപ്പോൾ നമുക്ക് 2 കോർണർ ഫ്രീക്വൻസീസ് കിട്ടി, 5 radians/s ആൻഡ് 50 radians/s. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. ഇതേപോലെ ആ ടേബിളിൻ്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ടേമാണ് സെക്കൻഡ് കോർണർ ഫ്രീക്വൻസി ഇൻ റേഡിയൻസ്/s, തേർഡ് സ്ലോപ്പ് ഇൻ dB/decade, അടുത്തത് ചേഞ്ച് ഇൻ സ്ലോപ്പ്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച
ആ സാധനം ഞാനിവിടെ ഒന്നും കൂടെ എഴുതുവാണേ. അതായത് ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു ജെ ഒമേഗ സ്ക്വയർ ബൈ 1 പ്ലസ് ജെ ഇൻറ്റു 0.2 ഒമേഗ അത്. അപ്പോൾ നമ്മുടെ ടേംസ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ജെ ഒമേഗ സ്ക്വയർ, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 1 പ്ലസ് 0 ജെ ഒമേഗ, മൂന്നാമത്തെ ടേം ഇത്. അപ്പോൾ ആ ടേംസ് ഓരോന്നായിട്ട് എഴുതണം. അപ്പോൾ ഈ ടേം എങ്ങനെയാണ് എഴുതേണ്ടത്? അതിനൊരു പ്രത്യേക രീതിയുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോർണർ ഫ്രീക്വൻസി. കോർണർ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം എഴുതാൻ. അപ്പം നമ്മുടെ ആദ്യത്തെ ടേം ജെ ഒമേഗ സ്ക്വയർ, എസ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. 1 പ്ലസ് എസ് ടി ഫോമിൽ, ടി എന്ന് പറയുന്ന ആ ഒരു ഫോമിലല്ല. അപ്പോൾ അതിൻ്റെ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. ഇതിൻ്റെ കോർണർ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു, ഇറ്റ് വാസ് 5 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇതിൻ്റെ കോർണർ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, ഇറ്റ് വാസ് 50 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ കോർണർ ഫ്രീക്വൻസി ഇൻക്രീസിങ് ഓർഡറിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഏതായിരിക്കും ആദ്യത്തെ ടേം എഴുതേണ്ടത്? ആദ്യത്തെ ടേം ഇതാണ്, 0, പിന്നെ 5, പിന്നെ 50. അതിൻ്റെ ടേംസ് വേണം എഴുതാൻ. അപ്പോൾ 0യുടെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് സ്ക്വയർ. അത് കഴിഞ്ഞ് 1 പ്ലസ് ജെ 0.2 ജെ ഒമേഗ എഴുതണം. അത് കഴിഞ്ഞ് 1/1 പ്ലസ് 0.02 ജെ ഒമേഗ. ഇത് മാറിയോ തിരിഞ്ഞോ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് യഥാർത്ഥത്തിലെ പ്ലോട്ട് ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് തെറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കോർണർ ഫ്രീക്വൻസി തന്നെ വേണം. ഓക്കെ, ഇനി അടുത്ത ടേം നോക്കിയേ, സ്ലോപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എസ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തുവാ വരുന്നത്? 20 dB/ഡെക്കേഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ 1/s ടേം ഡിനോമിനേറ്ററിലാണ്, അത് 1/s ടേമുമാണ് അല്ലേ? എസ് മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ എസ് സ്ക്വയർ ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ -20. ഇവിടെയും 1/s ടേമാണ്. അഗെയിൻ ഇവിടെയും -20. ഇവിടെ -20 ആണ്. ഇത് ടൈപ്പ് മിസ്റ്റേക്കാണ് കേട്ടോ, -20. ഇനി നെക്സ്റ്റ് ചേഞ്ച് ഇൻ സ്ലോപ്പ് dB/ഡെക്കേഡ്. ഈ ചേഞ്ച് ഇൻ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടേമിൽ കോർണർ ഫ്രീക്വൻസി ഇല്ലല്ലോ. കോർണർ ഫ്രീക്വൻസി വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡ്, ഇതൊരു കോർണർ ഫ്രീക്വൻസിയാണ്, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ഈ കോർണർ ഫ്രീക്വൻസി എത്തുന്നത് വരെ സ്ലോപ്പ് സെയിം ആയിരിക്കും. കോർണർ ഫ്രീക്വൻസി കഴിയുമ്പോഴാണ് സ്ലോപ്പിന് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇങ്ങനെ പോവാം, എങ്ങനെ വേണേലും പോവാം. അപ്പോൾ ഈ കോർണർ ഫ്രീക്വൻസി വരെ സ്ലോപ്പിന് ചേഞ്ച് ഇൻ സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ കോർണർ ഫ്രീക്വൻസി 0 ആയതുകൊണ്ട് ചേഞ്ച് ഇൻ സ്ലോപ്പ് ഇല്ല, സെയിം സ്ലോപ്പാണ്. ഇനി രണ്ടാമത്തെ ടേം നോക്കുമ്പം കോർണർ ഫ്രീക്വൻസി ഈസ് 5. കോർണർ ഫ്രീക്വൻസി ഉണ്ട് അവിടെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ സ്ലോപ്പ് വരും. ചേഞ്ച് ഇൻ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ ഉള്ള സ്ലോപ്പ് എന്തോ ഇവിടെ 40 പ്ലസ് ഇപ്പോഴുള്ള സ്ലോപ്പ്, അതായത് ഇപ്പോഴുള്ള ടേമിൻ്റെ സ്ലോപ്പ് എത്രയാണ്? -20. അപ്പോൾ എത്ര വരും? 40 പ്ലസ് -20 പ്ലസ് 20. അതാണ് ഈ ചേഞ്ച് ഇൻ സ്ലോപ്പ്. ഇനി അടുത്ത ടേമിനും ചേഞ്ച് ഇൻ സ്ലോപ്പ് വരുമല്ലോ. ഇവിടെ കോർണർ ഫ്രീക്വൻസി 50 വന്നില്ലേ? ഈ 5 തൊട്ട് 50 വരെയുള്ള സ്ലോപ്പ് എത്രയായിരിക്കും? +20 dB/ഡെക്കേഡ് ആയിരിക്കും. 50 എത്തിക്കഴിയുമ്പോൾ അതിനെന്ത് സംഭവിക്കും? ചേഞ്ച് ഇൻ സ്ലോപ്പ് സംഭവിക്കും. ആ ചേഞ്ച് ഇൻ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോഴുള്ള സ്ലോപ്പ് എത്രയാണ്? 20. ഓക്കെ, ഇപ്പോഴുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് 20. ഇനി ഇവിടെയുള്ള സ്ലോപ്പ് എത്രയാണ്? -20. അപ്പോൾ എത്ര വരും? 0. ഇതാണ് ചേഞ്ച് ഇൻ സ്ലോപ്പ്. ടേബിൾ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് വാല്യൂസ് വേണ്ടേ? അതായത് ഒമേഗ എന്ന് പറയുന്ന ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡും തമ്മിലാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോരോ ഫ്രീക്വൻസിക്ക് ഓരോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ കോർണർ ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്? 5ഉം 50യും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 5നേക്കാളും കുറഞ്ഞ ഒരു ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക. എന്നിട്ട് 50യേക്കാളും കൂടിയ ഒരു ഫ്രീക്വൻസിയും സെലക്ട് ചെയ്യുക. 5നേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയെ നമ്മൾ ഒമേഗ ലോ ഫ്രീക്വൻസി, 50യേക്കാളും കൂടിയ ഫ്രീക്വൻസിയെ ഒമേഗ എച്ച് എന്നും നമ്മൾ വിചാരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഡിനോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ഒമേഗ എല്ലിന് 0.5 റേഡിയൻസ് പെർ സെക്കൻഡും ഒമേഗ എച്ചിന് 100 റേഡിയൻസ് പെർ സെക്കൻഡും. 5 റേഡിയൻസിനേക്കാളും
റേഡിയൻസ് പെർ സെക്കൻഡിനേക്കാളും ചെറുതായിരിക്കണം ആദ്യത്തെ വാല്യൂ. രണ്ടാമത്തെ വാല്യൂ 50 റേഡിയൻസ് പെർ സെക്കൻഡിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ അതനുസരിച്ച് രണ്ട് വാല്യൂസ്. 0.5ഉം 100ഉം മാത്രമേ സെലക്ട് ചെയ്യാവൂന്നൊന്നുമില്ല. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് പറ്റുന്ന കുറച്ച് അകത്തിയുള്ള വാല്യൂസ് എടുത്താൽ ഗ്രാഫ് നല്ലപോലെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കറിയാം ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ ഇൻ ഡി ബി ആണ്. അപ്പോൾ ഇനി നമ്മൾ ഒമേഗ എല്ലിൽ, ഒമേഗ C1ൽ, ഒമേഗ C2ൽ, ഒമേഗ എച്ചിൽ 4 ഒമേഗ വാല്യൂസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ എൽ. ഒമേഗ ഈക്വൽ ടു ഒമേഗ എൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ആയ നമ്മൾ അസ്യൂം ചെയ്ത 0.5ൽ നമ്മുടെ ടേം എന്തായിരുന്നു? ജെ ഒമേഗ സ്ക്വയർ അല്ലേ? ജെ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ 20 log ജെ ഒമേഗ സ്ക്വയർ, 20 log ഒമേഗ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരുന്നത്? വെറും ഒമേഗ സ്ക്വയർ. അപ്പം ഒമേഗയ്ക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുക? ഒമേഗ എൽ ഇട്ട് കൊടുക്കുക. ഒമേഗ എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. അപ്പം 20 log 0.5 സ്ക്വയർ മൈനസ് 12 dB. അതേപോലെ അടുത്ത ഒമേഗ C1 ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസി വരുമ്പം അവിടെയുള്ള എന്താ പറയുക, ഗെയിൻ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൻ്റെ ഇക്വേഷൻ മാറുന്നുണ്ടോ? ഇല്ല. 20 log ജെ ഒമേഗ സ്ക്വയർ, 20 log ഒമേഗ സ്ക്വയർ. അപ്പോൾ 20 log 5 സ്ക്വയർ. ഒമേഗയുടെ വാല്യൂ ഇവിടെ ഒമേഗ C1 ആണ് 5. അപ്പോൾ 28 dB. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഒമേഗ ഈക്വൽ ടു ഒമേഗ C2. ഈ ഒമേഗ C1 കഴിയുമ്പോഴാണ് ഇത്രയും ദൂരം നമുക്ക് സ്ലോപ്പിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ജെ ഒമേഗ തന്നെ ഇവിടെ എടുത്തത്. പക്ഷേ ഒമേഗ C2ലോട്ട് C1 കഴിയുമ്പം സ്ലോപ്പ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ? സ്ലോപ്പ് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫോമുല എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു നേരത്തെ കിട്ടിയ വാല്യൂ എത്ര? 28. ഓക്കെ, 28 പ്ലസ് 20 ഇൻറ്റു ലോഗ് ഇപ്പോഴുള്ള ഫ്രീക്വൻസി ഒമേഗ C2 എത്രയാ? 50 റേഡിയൻസ് പെർ സെക്കൻഡ് ബൈ നേരത്തെയുള്ള ഫ്രീക്വൻസി, ദാറ്റ് ഇസ് 5 റേഡിയൻസ് പെർ സെക്കൻഡ്. നേരത്തെയുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ C1. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 48. അടുത്തതാ ഒമേഗ C2 കഴിഞ്ഞ് ഒമേഗ ഈക്വൽ ടു ഒമേഗ എച്ച്. അവിടെയും എന്താണ്? ഈ സെയിം ടേം തന്നെയായിരിക്കും വരുന്നത്. അതായത് നേരത്തെ ഇപ്പോൾ കിട്ടിയ മാഗ്നിറ്റ്യൂഡ് 48 പ്ലസ് 20 ഇൻറ്റു ലോഗ് 20 ഇൻറ്റു ലോഗ്. ഈ 20 എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ സ്ലോപ്പാണ് കേട്ടോ. അപ്പം ഇവിടെ ചേഞ്ച് ഇൻ സ്ലോപ്പ് എത്രയാണ് വരുന്നത്? നമുക്കറിയാം നേരത്തെ നമ്മുടെ ടേബിളിൽ നിന്ന് ആദ്യത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് 20, രണ്ടാമത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 20ക്ക് പകരം 0 ഇൻറ്റു ലോഗ് ഇപ്പോഴുള്ള ഫ്രീക്വൻസി എത്രയാണ്? 100 റേഡിയൻസ് പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ നേരത്തെയുള്ള ഫ്രീക്വൻസി എത്രയാണ്? 50. ഇത് ചെയ്യുമ്പോൾ ഈ ടേം അങ്ങ് 0 ആയി പോകത്തില്ലേ? ബാക്കി എത്രയാണ് വരുന്നത്? 48 dB. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടേബിൾ കിട്ടി അല്ലേ? ഒമേഗയും പിന്നെ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗയുടെയും ഒരു ടേബിൾ കിട്ടി. ഒമേഗ ഏതൊക്കെയാണ്? ഒമേഗയുടെ വാല്യൂ ഏതൊക്കെയാണ്? 0.5, 5, 50, 100. ഓക്കെ, ഈ 0.5ൽ എത്ര വാല്യൂ കിട്ടിയത്? -12 dB. ഇതെല്ലാം dB ആണെന്ന് വിചാരിക്കും. ഓക്കെ, dBയിലാണ് എഴുതാൻ പോകുന്നത്. 5ൽ എന്തോ കിട്ടിയത്? 28. 50ൽ എന്തോ കിട്ടിയത്? 48. 100ൽ എന്തോ കിട്ടിയത്? അഗെയിൻ 48. ഇത് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെമി ലോഗ് ഗ്രാഫ്. ഇത് കിട്ടിയ ആദ്യമേ തന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് ഇത് കണ്ടോ? അവിടെ 0.1 എന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. ഇത് 0.1 ആണെങ്കിൽ ഈ 1ൻ്റെ താഴെയുള്ള ആ റെഡ് ബോൾഡ് ലൈനില്ലേ, അത് ഫുൾ 0.1 ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഇത് 0.2 ആയിരിക്കും. അപ്പോൾ ഈ ഓരോ ഡിവിഷൻ എന്ന് പറയുന്നത് 0.1/10 ആയിരിക്കും. 0.1/10 എന്ന് പറയുമ്പം 0.01. ആ 0.01 വെച്ച് ആഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും വാല്യൂ? 0.2 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇത് 0.3 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇതെന്ന് പറഞ്ഞാൽ ഈ 3യുടെ അടിയിൽ വരുന്ന ഈ റെഡ് ലൈൻ. ഓക്കെ, ഈ റെഡ് ലൈൻ ഫുൾ 0.3 റേഡിയൻസ് പെർ സെക്കൻഡ്.
ഇത് 0.4 റേഡിയൻസ് പെർ സെക്കൻഡ്, ഇത് 0.5 റേഡിയൻസ് പെർ സെക്കൻഡ്, ഇത് 0.6 റേഡിയൻസ്, 7 റേഡിയൻസ്. അപ്പോൾ ഇവിടെ എത്ര വരും? 1 റേഡിയൻസ് പെർ സെക്കൻഡ് വരും. ഈ 1 വന്ന സ്ഥലത്ത് എത്ര വരും? 1 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇവിടെ എത്ര വരും? 2 റേഡിയൻസ് പെർ സെക്കൻഡ്, 3 റേഡിയൻസ്, 4 റേഡിയൻസ്, 5 റേഡിയൻസ്. അപ്പോൾ ഇവിടെ എത്ര വരും? 10 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇതെത്ര വരുന്നത്? ഇത് 20, 30, 40, 50, 60, 70, 80, 90, 100 റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ അകത്ത് 100 വരെ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ എന്തോ 200, 300, 400, ഇവിടെ 1000, അങ്ങനെ പോവും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയാണ്, ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഗെയിനിൻ്റെ സ്കെയിൽ വരയ്ക്കേണ്ടത്. ഇത് ഫ്രീക്വൻസി. ഓക്കെ, ഈ കാണുന്നതെല്ലാം ഫ്രീക്വൻസിയാണ്. ഈ മുകളിൽ ഈ താഴോട്ട് പോകുന്നത് ഈ കാണുന്നത് ലീനിയർ ഗ്രാഫാണ്. അത് നമ്മുടെ ഗെയിനിന് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മുടെ ഗെയിൻ വാല്യൂ എന്താ വന്നത്? -12, 28, 48, 48. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം മാർക്ക് ചെയ്യുമ്പം ഞാനിവിടെ എനിക്ക് 28ഉം 48ഉം ഒക്കെ വരണ്ടേ. അപ്പം ഞാനിവിടെ ഒരു 0 dB മാർക്ക് ചെയ്തു. ഇവിടെ എന്തെഴുതണം? ഗെയിൻ ഇൻ dB എന്നെഴുതണേ. നീറ്റായിട്ട് എഴുതണം. അങ്ങോട്ട് ആരോ മാർക്കൊക്കെ ഇട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ. ഓക്കെ, ഇനി ഇത് 10 dB പെർ ഡെക്കേഡ്, അല്ല 10 dB അല്ല, 10 dB, ഇത് 20 dB, ഇത് 30 dB എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ഇതെന്ത്ര വരും? ഇത് 40 dB, ഇത് 50 dB, ഇത് 60 dB. എല്ലാ വാല്യൂ എഴുതുന്നില്ല. ഇത് 50 dB, ഇത് 40 dB. ഓക്കെ, ഇനി താഴോട്ട് നമുക്കൊരു -12 dB വന്നില്ല. അതുകൊണ്ട് ഈ താഴോട്ടുള്ള വാല്യൂ കൂടെ എഴുതുന്നു. ഇത് -10 dB, ഇത് -20 dB. ഓക്കെ, ഇനി എന്തോ വേണ്ടേ? നമുക്ക് കിട്ടിയ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 0.5ന് വേണ്ടേ? 0.5ന് -12, 5ന് 28, 50ക്ക് 48, 100ന് 48. ഇതങ്ങോട്ട് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം 0.5 എന്ന് പറഞ്ഞാൽ ദാ ഈ ലൈൻ. ഇത് 0.1 ആണെങ്കിൽ 0.2, 0.3, 0.4, 0.5. 0.5 എന്ന് പറഞ്ഞാൽ ദാ ഈ പോകുന്ന റെഡ് ലൈൻ. ആ റെഡ് ലൈനിൽ നമ്മുടെ വാല്യൂ എത്ര? -12. -12 എന്ന് പറയുമ്പോൾ ഇത് ഈ പോയിൻ്റ് -10 ആണ്. അപ്പോൾ ഇതായിരിക്കും -12. ഓക്കെ, അവിടെ പോയിൻ്റ് ഇടുക. ഇനി അടുത്ത പോയിൻ്റ് എവിടെയാണ്? അടുത്ത പോയിൻ്റ് 5ന് 28, 5 dB പെർ ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ. 5 dBയിൽ 28. ഓക്കെ, 5 dB എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈനിൽ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എത്ര? 20 dB ആണ്. അപ്പോൾ 28 എന്ന് പറയുമ്പോൾ എത്ര വരും? എന്താ ഈ പോയിൻ്റ് വരും. ഓക്കെ, അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് 48 ഫോർ എത്ര dB ആയിരുന്നു? 50 dB. 50 dB എന്ന് പറഞ്ഞാൽ ഈ ലൈൻ. ഇത് 10 ആണ്, ഇതാണ് 50 dBയുടെ ലൈൻ. ഈ 50 dBയുടെ ലൈനിൽ 48 എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, ഇവിടെ അല്ലേ? അതെ. പിന്നെ 100 dBയിലും എത്ര തന്നെയാണ്? 48 ആണ്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇനി അടുത്തത് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് ലൈൻസ് തന്നെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ്ട് ജസ്റ്റ് ഇതിൽ വരയ്ക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, നോക്കട്ടെ. ഓക്കെ, ഇത് ഓക്കെ, അതൊരു ഈ ഗ്രാഫിക്സ് പാഡിൽ കറക്റ്റ് വരുന്നില്ല. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ടേ കറക്റ്റ് വരയ്ക്കണം കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുവാണേ. ഈ പോയിൻ്റ് കറക്റ്റ് എനിക്ക് വന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് കറക്റ്റിന് വരയ്ക്കണം കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി ഇതാണ് പോയിൻ്റ്. ഇനി നെക്സ്റ്റ് പോയിൻറ്റിലോട്ട് ഈ പോയിൻറ്റിലോട്ട് അടുത്ത സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ പോയിൻറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ വന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈനാണ് വരേണ്ടത്. ഓക്കെ, എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേ പറയാമല്ലോ.
അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് വരയ്ക്കാൻ പറ്റിയില്ല ഗ്രാഫിക്സ് പാഡിൽ. ഏകദേശം ഇതാ ഈ പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻറ്റ്സിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ അല്ലായിരുന്നു, ഇവിടെ നമ്മൾ പെൻസിൽ വെച്ച് എഴുതുക 20 dB പെർ ഡെക്കേഡ്. ഇതിൻ്റെ സ്ലോപ്പ് 20 dB പെർ ഡെക്കേഡ് അല്ലായിരുന്നോ, അതോ എത്രയായിരുന്നു? ആദ്യത്തെ സ്ലോപ്പ് 40 ആയിരുന്നു അല്ലേ, 40 dB പെർ ഡെക്കേഡ് എഴുതുക. ഇവിടെ 40 dB പെർ ഡെക്കേഡ്, ഇത് 20 dB പെർ ഡെക്കേഡ് എന്ന് എഴുതുക, ഇത് 0 dB പെർ ഡെക്കേഡ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ടെക്സ്റ്റിലെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ വരും. ഇതാണ്ടേ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ k = 1 വരയ്ക്കുമ്പോൾ ഇങ്ങനെ, പിന്നെ 20 dB പെർ ഡെക്കേഡ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ പ്ലോട്ട് ചെയ്യേണ്ടത്? ഫേസ് പ്ലോട്ടാണ്. ഫേസ് പ്ലോട്ട് കണ്ടുപിടിക്കാൻ എഗെയിൻ നമ്മുടെ ടേം എന്തായിരുന്നു? g(j⍵) = j⍵/ ഇത്. അപ്പോൾ ഫേസ് പ്ലോട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നല്ലോ. ഇവിടെയുള്ള ആംഗിൾ എത്രയാണ് വരുന്നത്? ആംഗിൾ ആദ്യമേ നമ്മൾ ആംഗിൾ ഓഫ് g(j⍵) എഴുതണം. ന്യൂമറേറ്ററിൽ j⍵², അപ്പോൾ +180, ബിക്കോസ് j⍵ ആണെങ്കിൽ ആംഗിൾ ഈസ് +90, j⍵² എന്ന് പറഞ്ഞാൽ j⍵ × j⍵, അപ്പം 90 രണ്ട് 90 വരും, അപ്പം 90 + 90 180. ഓക്കെ, പിന്നെ ഡിനോമിനേറ്ററിലുള്ള ആംഗിൾസ് എല്ലാം സബ്ട്രാക്ട് ചെയ്യുക. അപ്പം tan ഇൻവേഴ്സ് ഓഫ്, ഈ ആംഗിൾ എങ്ങനെയാണ് എഴുതുന്നത്? tan ഇൻവേഴ്സ് ഓഫ് b/a, a + jb ടേമിൽ b എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0.2ω/1, അപ്പം 0.2ω എന്ന് വരും. പിന്നെ ഒരു ടേമും കൂടി ഇല്ലേ, ഈ ടേം, അതെങ്ങനെയാണ് വരുന്നത്? tan ഇൻവേഴ്സ് ഓഫ് 0.02ω. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 180 - tan ഇൻവേഴ്സ് 0.2ω - tan ഇൻവേഴ്സ് 0.02ω. നമ്മളെ ഇഷ്ടമുള്ള ഒമേഗയ്ക്ക് 0.5, 1, 5, 10, 50, 100 ഇങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. കറസ്പോണ്ടിങ് കാൽക്കുലേറ്ററിനകത്ത് 5 ഡയറക്റ്റ് കിട്ടും, അങ്ങ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് 10650 അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് എല്ലാം ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുക. ഇതിന് ശേഷം നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം നമ്മുടെ ഗ്രാഫിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തല്ലോ. അപ്പോൾ ഈ സൈഡിൽ വേണം നമ്മുടെ ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ. അപ്പോൾ ഫേസിൻ്റെ ആംഗിൾസ് ഒക്കെ ഏകദേശം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 170, 160 അങ്ങനെ ഒരു രീതിയിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആംഗിൾസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ 20, 30, 20, 40, 60, 80 ആ ഒരു 20 ഡിഗ്രി ആംഗിൾസിൽ വരച്ച് പോവുക. ഓക്കെ, അപ്പോൾ അതാണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെയാണ് എഴുതേണ്ടത്, എവിടെ എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഒരു 20, ഇവിടെ 40, ഇവിടെ 60, ഇവിടെ 80, ഇവിടെ 100, ഇവിടെ 120 അങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മുടെ ഒരു പ്ലോട്ട്, അതായത് ഒരു പോയിൻ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? 0.5-ന് 174. ഓക്കെ, 0.5-ന് 174 ആണെങ്കിൽ 0.5 റേഡിയൻസ് എന്ന് പറഞ്ഞാൽ ഏത് ലൈനായിരുന്നു? ഇത്. ഈ ലൈനിൽ 174 എവിടെ ആയിരിക്കും വരുന്നത്? ഇവിടെ 100 ആണ് വന്നത്, ഇത് 120, 140, 160, 180. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വരും, ഈ ലൈനിൽ എവിടെയെങ്കിലും വരും. അത് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതാണ് ആ പോയിൻ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറേ പോയിൻറ്റ്സ് ഇങ്ങനെ കിട്ടും. ഓരോ പോയിൻറ്റും ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് നമ്മൾ റഫ് അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ലൈൻ ആയിരിക്കും വരുന്നത്. അത് നമ്മൾ കൈ വെച്ച് തന്നെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടുന്ന ആൻസർ. ഇനി നമ്മൾ ഈ പ്ലോട്ട് വരച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്ത k = 1 വെച്ചാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി 5 radians/second വെച്ച് വരയ്ക്കണമെന്ന്. അപ്പോൾ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിൻ പ്ലോട്ടില്ലേ, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ആദ്യം വരച്ചത്, അത് എപ്പോഴാണോ 0 dBയെ ക്രോസ് ചെയ്യുന്ന ആ പോയിൻ്റാണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഓക്കെ,
അപ്പോൾ ഈ നമ്മുടെ ഈ 5 dBയിൽ നമ്മുടെ ഇത് ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് 28 dB ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് k = 1 വെച്ച് വരച്ചപ്പം ഗെയിൻ സീറോ ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.5 radians/second ആണ്. ഇതിനെ 5 radians/second വരയ്ക്കണം. ഇതിനെ 5 radians/second വരയ്ക്കുക മീൻസ് ഈ പോയിൻ്റ് എവിടെ വരണം? ഈ പോയിൻ്റ് 0-ൽ വരണം. ഇപ്പോൾ ഈ പോയിൻ്റ് +28, അത് 0 ആക്കണേ എന്ത് ചെയ്യണം? -28 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഓരോ പോയിൻ്റിൽ നിന്നും ഇവിടെ നിന്ന് -28, ഈ പോയിൻ്റിൽ നിന്ന് -28, ഈ പോയിൻ്റിൽ നിന്ന് -28, ഈ പോയിൻ്റിൽ നിന്ന് -28, ഈ പോയിൻ്റിൽ നിന്നും -28, ഈ പോയിൻ്റിൽ നിന്നും -28, അങ്ങനെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അത് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ k = റിക്വയർഡ് ഇതെന്ന് പറയുന്നത് കിട്ടും. ഇനി ആ കെയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? 20 log k ഇവിടെ എത്ര എടുത്തത്? -28. അപ്പോൾ കെയുടെ വാല്യൂ 0.0398.